ഹലോ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്താ എല്ലാവരും വിശേഷങ്ങളും? സുഖമായിട്ടിരിക്കണോ? ഇന്നിപ്പോൾ നമ്മൾ തമ്നയിൽ കണ്ട പോലെ തന്നെ ഒരു ഇഫ്താർ പാർട്ടിയാണ്. ഇഫ്താർ പാർട്ടി അറ്റ് മംസാർ പാർക്ക്. മംസാർ പാർക്ക് ഇവിടെ എല്ലാവർക്കും അറിയായിരിക്കും. മംസാർ ബീച്ച് അല്ലെങ്കിൽ പാർക്ക് എന്നൊക്കെ പറയും. ദുബായിലുള്ള ഒരുവിധ ആൾക്കാർക്കൊക്കെ അറിയായിരിക്കും. നമ്മൾ വിൻ്ററിലൊക്കെ നല്ല തിരക്കാട്ടോ അവിടെ. വിൻ്ററിലൊക്കെ ബാർബിക്യൂ കാര്യങ്ങൾ, പിന്നെ ബീച്ചൊക്കെ ഉള്ള കാരണം ബീച്ച്, കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്ക് ഉള്ള കാരണം ഒരു ഫാമിലി ഗ്യാതറിങ്ങിനൊക്കെ പറ്റുന്ന ഒരു അടിപൊളി സ്ഥലമാണ്. കുട്ടിപ്പട്ടാളങ്ങൾ വന്ന ഉടനെ തന്നെ അവരുടെ ബോളും സാധനങ്ങളായിട്ട് അവർ ബിസി ആയിരുന്നു കേട്ടോ. ഈവനിങ് ടൈം ആയതുകൊണ്ട് തന്നെ നല്ല നല്ല ക്ലൈമറ്റ് ആയിരുന്നു. തീരെ ചൂടൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാ ഇയറും ഇതേപോലെ ഒരു ഇഫ്താർ ഉണ്ടാവില്ല കേട്ടോ, ഫാമിലി ഇഫ്താർ. അപ്പോൾ സമ്മറൊക്കെ ആണെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ വീട്ടിലൊക്കെ ആവും. ഇപ്പോൾ വിൻ്റർ ടൈം അല്ലെങ്കിൽ ഇതേപോലെ നല്ല ക്ലൈമറ്റൊക്കെ ആണെങ്കിൽ നമ്മൾ ഇതേപോലെ പുറത്ത് എവിടെയെങ്കിലും ഏതെങ്കിലും പാർക്കിലോ അങ്ങനെ എവിടെയെങ്കിലൊക്കെ ആവും. ഇപ്പോൾ ലാസ്റ്റ് ഇയർ നമ്മൾ ഇതേ പാർക്കിൽ തന്നെ ആയിരുന്നു. ഇതേ പാർക്കിൽ ഇതേ സെയിം പ്ലേസിലായിരുന്നു. ഈ സമയമായപ്പോഴേക്കും ഓരോരുത്തരൊക്കെ ആയിട്ട് എത്തി തുടങ്ങി. അപ്പം ഇനി നമ്മൾ വിചാരിച്ച് ഇനി ഷീറ്റൊക്കെ വിരിച്ച് സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാമെന്ന്. അങ്ങനെ ഈ റൂഫ് സൈഡ് ഇത് വെക്കുന്നതും ഒഴിക്കുന്നതൊക്കെ എൻ്റെ വൺ ആൻഡ് ഓൺലി സിസ്റ്ററിലോ ആണ്. ആളെല്ലാവരും സ്നേഹത്തോടെ തലൈവിന്ന് വിളിക്കും. അതൊന്നുമല്ല, ഒരു ബ്രദേഴ്സിൻ്റെ ഇടയിൽ ആകെയുള്ളൊരു കുട്ടി സിസ്റ്ററല്ല, ഒരു മുത്ത് സിസ്റ്ററായിട്ട് ഈ ആൾ മാത്രമേ ഇവിടെ ഉള്ളൂ. ബാക്കിയുള്ള കസിൻ സിസ്റ്റേഴ്സൊക്കെ നാട്ടിൽ. അപ്പം നമ്മളിവിടെ എന്ത് പാർട്ടിയും എന്ത് മറ്റേ ഗെറ്റ് ടുഗദർ എന്ത് വെച്ചാലും എല്ലാത്തിൻ്റെ ഇൻചാർജ് നമ്മളെ തലവി ആയിരിക്കും. തലവിയുടെ പേര് നിമിത എന്നാണ്, ഞങ്ങൾ നിമിത എന്ന് വിളിക്കും. മൂപ്പരാണ് എല്ലാ പാർട്ടി കോർഡിനേഷനും കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പം നമുക്ക് പെട്ടെന്ന് പോയിട്ട് നമ്മൾ കട്ട് ഫ്രൂട്ട്സും കുറച്ച് സ്നാക്സും എല്ലാം കണ്ടാലോ. ആക്ച്വലി ഇതൊക്കെ ഒന്ന് സെർവ് ചെയ്ത് വെക്കാനുള്ള പ്ലേറ്റ് ഇതുവരെ എത്തിയിട്ടില്ല. അപ്പം ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിയിട്ടും ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തെന്നുള്ളൂ. അതിലിടയ്ക്ക് ഞങ്ങൾ കുട്ടിപ്പട്ടാളങ്ങളൊക്കെ ഒന്ന് പിടിച്ചിരുത്തി ഒരു ഫോട്ടോ എടുക്കട്ടെ എന്നിട്ട്. ആകെ ഇപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ബാക്കി എല്ലാവരും നാട്ടിലാണ്. ഇൻഷാ അല്ലാഹ് ഈ മാസം ലാസ്റ്റൊക്കെ ആകുമ്പോഴത്തേനും അവരെത്തും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ തലവിയുടെ ഹസ്ബൻഡാണ് ഈ റൈറ്റ് സൈഡിൽ അറ്റത്ത് നിൽക്കുന്നത്. ഞാൻ എപ്പോൾ വീഡിയോ ഇട്ടാലും എന്നെ കളിയാക്കിക്കൊണ്ടേയിരിക്കും. വീഡിയോൻ്റെ ചെറിയ ഷോർട്സും അതൊക്കെ എടുത്ത് ഫാമിലി ഗ്രൂപ്പിലൊക്കെ ഇട്ട് മനുഷ്യന്മാരെ നാട്ടിക്ക് മൂപ്പര്. അതാണ് മൂപ്പരുടെ മെയിൻ ജോബ്.